ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് തരം ഡസ്റ്റ് ഡെക്കേഴ്സ് കാണാറുണ്ട്. ക്യൂട്ട് മിനി എസ്തെറ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതലും ഗേൾസിന് വേണ്ടിയിട്ടുള്ള ഡസ്റ്റ് ഡെക്കേഴ്സ്. ഡസ്റ്റ് ഡെക്കർ എന്ന് പറഞ്ഞപ്പോ എന്താണ് ഐറ്റം എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. വേറെ ഒന്നുമില്ല, നമ്മുടെ ടേബിളിന്റെ പുറത്ത് ഇത്തിരി ഭംഗി കൂടാൻ വേണ്ടിയിട്ടൊക്കെ വയ്ക്കുന്ന ഒരു സംഭവം. ചുമ്മാ പണിയൊന്നും ഇല്ലാതിരിക്കുമ്പോ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം എന്ന് തന്നെ പറയാം. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഗേൾസിന് വേണ്ടിയിട്ടല്ല, മറിച്ച് നിങ്ങൾ ബോയ്സിന് വേണ്ടിയിട്ടൊരു ഡസ്റ്റ് ഡെക്കർ ആണ് കേട്ടോ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഒരു പേപ്പറിൽ ഈ പടം വരച്ചെടുത്തു. അതിന്റെ പുറത്ത് നന്നായി സ്കെച്ച് വെച്ചിട്ട് ഒരു ഔട്ട്ലൈൻ ചെയ്തു. പിന്നെ നമ്മൾ ചായമടി പരിപാടിയാണ്. നന്നായിട്ടൊന്ന് പെയിന്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അത്യാവശ്യം കട്ടിയുള്ള ഒരു പേപ്പർ വേണം കേട്ടോ ഇതിനെ സെലക്ട് ചെയ്യാൻ. അത്യാവശ്യം നല്ല കട്ടിയുള്ള, ഞാൻ എടുത്തിരിക്കുന്നത് ക്യാൻവാസിന്റെ പേപ്പർ വാങ്ങാൻ കിട്ടും. അങ്ങനെയുള്ള ഒരു പേപ്പറിലാണ് കേട്ടോ ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു തണ്ണിമത്തനും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കൊച്ചു ചെറുക്കനെയാണ് ഞാൻ വരച്ചെടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാം ആ സൈഡിൽ പെയിന്റ് ഒക്കെ ആ ബ്ലാക്കിൽ സ്പ്രെഡ് ആയിട്ടിരിക്കുന്നത് കാരണം അതിന്റെ പുറത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പെർമനന്റ് മാർക്കർ വെച്ച് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ആക്രിലിക് പെയിന്റ് വെച്ചാണ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കെച്ച് ഒക്കെ എടുത്ത് അടിക്കാന്നേ കളറ്. ജസ്റ്റ് ഒരു ചായം വേണം എന്നുള്ളതേ ഉള്ളൂ. എന്റെ കയ്യിലിരുന്നത് കൊണ്ട് ഞാൻ ആക്രിലിക് എടുത്ത് യൂസ് ചെയ്തു. കാരണം ക്യാൻവാസ് ഷീറ്റ് ആയതുകൊണ്ട് ആക്രിലിക് കുറച്ചുകൂടെ ഭംഗി കാണുമെന്ന് തോന്നിയതുകൊണ്ട്. പിന്നെ നന്നായിട്ട് അതിന്റെ ഈ കോർണറിൽ കൂടെ തന്നെ അങ്ങ് വെട്ടിയെടുക്കണം കേട്ടോ. അത് ഇത്തിരി ഒരു ടാസ്ക് ആയിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ നല്ല ശ്രദ്ധിച്ച് തന്നെ വെട്ടിയില്ലെങ്കിൽ നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ട് വരച്ചതൊക്കെ വെറുതെ ആവും. അതുകൊണ്ട് കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ടത് ഈ വെട്ടിയെടുക്കൽ പരിപാടിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് ചാർട്ട് പേപ്പർ ഇല്ലേ, നമ്മൾ വാങ്ങുന്ന പല കളറിലുള്ള ചാർട്ട് പേപ്പർ ഒക്കെ കിട്ടുമല്ലോ. അപ്പൊ 5 രൂപയുടെ പരിപാടി, ആ ഒരു ചാർട്ട് പേപ്പർ വാങ്ങിച്ചിട്ട് വരച്ചെടുക്കണം എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരുന്ന സമയം ആയതുകൊണ്ട് ഇരുന്ന് ശ്രദ്ധിച്ച് അതിന്റെ അരികത്തൂടെയൊക്കെ വെട്ടി എടുക്കുകയാണ് കേട്ടോ. ഈ ക്രാഫ്റ്റ് പരിപാടിയൊക്കെ പിന്നെ അങ്ങനെയാണല്ലോ, നമ്മൾ ശ്രദ്ധയോടെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത്രയും സമയം നമ്മൾ ചെയ്തെടുത്തത് കംപ്ലീറ്റ് വേസ്റ്റ് ആവും. ഓരോ പാർട്ടും നമ്മൾ അത്രത്തോളം ശ്രദ്ധിച്ചിരുന്ന് ചെയ്യേണ്ട ഒരു മെനക്കെട്ട പരിപാടിയും കൂടെയാണ് ഈ ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. കാണുമ്പോൾ സുഖമല്ല ചെയ്തെടുക്കാൻ. എന്നിട്ട് ഞാൻ അതുപോലെ ഒരു പേപ്പറിൽ വെച്ച് ഇത് ട്രേസ് ചെയ്ത് ഇതിനൊരു ഔട്ട്ലൈനും കൂടെ എടുത്തിട്ടുണ്ട്. എന്താണെന്നൊക്കെ വഴിയെ എന്നിട്ട് അതും ഇതുപോലെ തന്നെ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് സൈഡെല്ലാം ശ്രദ്ധിച്ച് നന്നായിട്ട് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത്തിരി പണിപ്പെട്ട് കഴിഞ്ഞാലും ഔട്ട്ലുക്ക് കൊള്ളായിരിക്കും എന്നുള്ളൊരു ചിന്തയോടെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഇങ്ങനെ വയ്ക്കാനായിട്ട് ഇതിൻ്റെ പുറകിൽ നന്നായിട്ട് ഫിറ്റായിട്ട് നിൽക്കണം. ഞാൻ പിന്നീട് എടുത്ത് ഇങ്ങനെ വെച്ച് നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾ ഈ ഒരു അഭംഗി തോന്നി. അത് കാരണം ഞാൻ വിചാരിച്ചു ഇതിനൊരു ബ്ലാക്ക് കളർ ഒരു സ്കെച്ച് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ബാക്കിൽ വരുമ്പോൾ നിഴൽ പോലെ അങ്ങ് നിൽക്കുകയുള്ളൂ ആ സ്റ്റാൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. അങ്ങനെ 2 പീസും അങ്ങനെ വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ ക്രാഫ്റ്റ് ഐറ്റംസും ഞാൻ ചെയ്യുമ്പോഴും എൻ്റെ ക്രാഫ്റ്റ് ഐറ്റത്തിൽ എന്തെങ്കിലും കുറ്റം ഞാൻ കണ്ടുപിടിക്കും സ്വന്തമായിട്ട് തന്നെ. അപ്പോൾ ഈ കുട്ടി ചിരിക്കുന്നത് ഒരു പുച്ഛഭാവമുണ്ടോ എന്നറിഞ്ഞൂടാത്തത് കാരണം ഞാൻ അവനെ വീണ്ടും അവൻ്റെ ചുണ്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പുച്ഛഭാവം മാറ്റി ഒരു ചിരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു ബോട്ടിലിന്റെ അടപ്പാണ് കേട്ടോ. ആ ബോട്ടിലിന്റെ അടപ്പെടുത്ത് ഇതിന്റെ 2ന്റെ നടുക്കായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ ഗ്ലൂ ഗൺ എടുത്തിട്ട് അതിനെ ഒന്ന് സ്റ്റിക്ക് ചെയ്തു 2ന്റെ നടുക്കായിട്ട്. ഇപ്പൊ അത് ബാക്ക്ഗ്രൗണ്ട് വന്നപ്പോഴും ഒരു നിഴല് പോലെ നിൽക്കുന്നതേ ഉള്ളൂ. പിന്നെ സാധാരണ ഡസ്റ്റ് ഡെക്കേഴ്സ് ഒക്കെ ഇങ്ങനെ ആടാനുണ്ട്. പിന്നെ എന്റെ കൊച്ചുചെറുക്കന് ആടാനായിട്ട് ഒരു താല്പര്യം കാണിച്ചില്ല. പിന്നെ ഞാൻ അവനെ നിർബന്ധിക്കാനും പോയില്ല. തണ്ണിമത്തനും പിടിച്ചു നിൽക്കുന്ന എന്റെ കൊച്ചു ചെറുക്കന് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അവനൊരു നല്ലൊരു പേര് കമന്റ് ചെയ്തോളാം. ചാനലൊന്ന് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി ഇതുപോലുള്ള എന്തൊക്കെ ഐറ്റംസ് ചെയ്ത് കാണാനാണ് താല്പര്യം എന്ന് നിങ്ങൾ എന്റെ കമന്റ് ബോക്സിലൂടെ ഇട്ടേക്കൂ. ഇതുപോലുള്ള പുതിയ ക്രാഫ്റ്റ് ഐറ്റംസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ടാറ്റാ.